ആറന്മുളയിൽ വള്ളസദ്യ വിഭവങ്ങൾ ഉൾപ്പെടുത്തി 280 രൂപ നിരക്കിൽ സദ്യ നൽകാനുള്ള ദേവസ്വം ബോർഡിന്റെ തീരുമാനത്തിനെതിരെ പള്ളിയോട സേവാ സംഘത്തിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തിപ്പെടുത്തുകയാണ്. CK അഭിലാൽ വിവരങ്ങളുമായി. കഴിഞ്ഞ ദിവസം തന്നെ അഭിലാൽ എതിർപ്പ് പള്ളിയോട സംഘങ്ങൾ വ്യക്തമാക്കിയാണ്. ദേവസ്വം ബോർഡിന്റേതായ വിശദീകരണവും വരുന്നുണ്ടായിരുന്നു. ഇപ്പോൾ കൂടുതൽ ആ പ്രതിഷേധം പരസ്യ പ്രതിഷേധത്തിലേക്ക് മാറുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നുണ്ട്. എന്താണ് സംഭവിക്കുന്നത്? ആറന്മുള വള്ളസദ്യയുടെ ഭാഗമാകാൻ ഭക്തരായിട്ടുള്ള നല്ലൊരു ശതമാനം ആളുകൾക്ക് സാധാരണഗതിയിൽ സാധിക്കാറില്ല. അത്തരത്തിൽ 250 രൂപ മുടക്കാൻ ഏതെങ്കിലും ഭക്തൻ തയ്യാറാകുന്നുണ്ടെങ്കിൽ അവർക്ക് അനുകൂലമായ സാഹചര്യം ഒരുക്കുന്നു എന്നുള്ള തരത്തിലാണ് 250 രൂപ ഈടാക്കി വള്ളസദ്യ വിഭവങ്ങളോടുകൂടി ക്ഷേത്ര വളപ്പിനുള്ളിൽ തന്നെ സദ്യ വിളമ്പാൻ ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. ഇതിനെതിരെയാണ് പള്ളിയോട സേവാ സംഘം തുടക്കം മുതൽ തന്നെ എതിർപ്പ് അറിയിച്ചത്. അതേസമയം തന്നെ പ്രസിഡന്റും സെക്രട്ടറിയും കൂടി ചേർന്ന് ദേവസ്വം ബോർഡ് വിളിച്ച യോഗത്തിലാണ് ഇത്തരത്തിലുള്ള തീരുമാനവുമായി അവർ മുന്നോട്ട് പോയതെന്ന് ദേവസ്വം ബോർഡ് വിശദീകരിക്കുന്നുണ്ട്. ചുരുക്കത്തിൽ ദേവസ്വം ബോർഡ് നടത്തുന്നത് ഹോട്ടൽ സദ്യ ക്ഷേത്രവളപ്പിൽ നടത്താനാണ് എന്നുള്ള നീക്കമാണ് എന്നുള്ള ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് അവർ വന്നത്. മാത്രവുമല്ല, വള്ളസദ്യ എന്നുള്ള പേര് ദുരുപയോഗം ചെയ്യുന്നു എന്നുള്ള ആക്ഷേപവും അവർക്കുണ്ട്. അതേസമയം തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് മറ്റൊരു കാര്യം കൂടി വ്യക്തമാക്കുന്നുണ്ട്. KSRTCയുമായി സഹകരിച്ചുകൊണ്ട് 250 രൂപ അധികം ഈടാക്കിക്കൊണ്ട് പള്ളിയോട സേവാ സംഘം ക്ഷേത്രവളപ്പിന് പുറത്ത് സമാനമായ വിഭവങ്ങൾ വിളമ്പിക്കൊണ്ട് സദ്യ നൽകുന്നുണ്ട്. സമാനമായ ഒരു നീക്കമാണ് ദേവസ്വം ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് പി പ്രശാന്ത് വിശദീകരിച്ചത്. എന്തായാലും ഇന്നാണ് ദേവസ്വം ബോർഡ് നിശ്ചയിക്കപ്പെട്ട ആദ്യ സദ്യ ക്ഷേത്ര വളപ്പിൽ തന്നെ നടക്കുന്നത്. അതിനിടെയാണ് പ്രതിഷേധവുമായി പ്രവർത്തകർ വള്ളപ്പാട്ടുകൾ പാടിക്കൊണ്ട് ക്ഷേത്രത്തിന്റെ പാടിക്കൊണ്ടുള്ള പ്രതിഷേധമാണ്. ആ ദൃശ്യങ്ങളാണ് നമ്മൾ ആറന്മുളയിൽ നിന്ന് കാണുന്നത്. ദേവസ്വം ബോർഡും പള്ളിയോട സംഘങ്ങളും കരക്കാരും തമ്മിലുള്ള ഒരു തർക്കമായി മാറുകയാണ് ദേവസ്വം ബോർഡ് സദ്യ നൽകാനുള്ള തീരുമാനം. Victoria!